ഹായ്, ദിസ് ഈസ് ഫ്രം ലോഗിൻ ടു IT സൊല്യൂഷൻസ്. നമ്മൾ ഇന്ന് 24 hours ഓട്ടോ റിപ്ലൈ സെൻഡ് ആവുന്ന രീതിയിൽ ഒരു ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കമ്പനി ഡീറ്റെയിൽസും പ്രോഡക്റ്റ് ഡീറ്റെയിൽസും അതേപോലെ തന്നെ നമ്മൾ ക്ലയൻറ്റിലേക്ക് എന്താണ് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ക്ലയൻറ്റിൽ നിന്ന് എന്തെല്ലാം ഡീറ്റെയിൽസ് ആണോ അറിയേണ്ടത് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്കൊരു കംപ്ലീറ്റ് ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ വാട്സപ്പിൽ ചാറ്റ് ബോട്ട് ഓപ്പൺ ചെയ്യാം. ചാറ്റ് ബോട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഈ ഒരു പേജിലേക്കായിരിക്കും റിഫ്ലക്റ്റ് ആവുന്നത്. ഇവിടെ നമ്മൾ ഇതിനു മുന്നേ ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. പുതിയതായിട്ട് ഒരു ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിൽ ആഡ് ഫ്ലോ ചാർട്ട് എന്നുള്ള ഫീച്ചറുണ്ട്. ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഈ ഒരു പേജിലേക്കായിരിക്കും റീഡയറക്റ്റ് ആവുന്നത്. അപ്പം നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഒരു ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ കൊടുക്കുന്നത് ഗ്രൂപ്പ് നെയിമാണ്. ഗ്രൂപ്പ് നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ചാറ്റ് ബോട്ടിന് ഒരു ടൈറ്റിൽ പോലെ, അല്ലെങ്കിൽ ഒരു ഹെഡിങ് പോലെ, അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിഫിക്കേഷൻ നെയിം പോലെ നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു ഗ്രൂപ്പ് നെയിം കൊടുക്കാം. ദെൻ നമുക്കിവിടെ കീവേഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. കീവേഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇങ്ങോട്ട് വരുന്ന മെസ്സേജസ്, അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് എന്തെല്ലാം മെസ്സേജസ് ആണ് വരുന്നതെന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ഹായ് ആയിരിക്കാം, ഹലോ ആയിരിക്കാം. അങ്ങനെ നമുക്ക് വരുന്ന ഇൻകമിങ് മെസ്സേജസ് എല്ലാം തന്നെ നമുക്കിവിടെ കീവേഡുകളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. എത്ര കീവേഡ്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പം നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ള ഏത് കീവേഡ് അല്ലെങ്കിൽ ഏത് മെസ്സേജസ് അയച്ചാലും ഈ ചാറ്റ് ബോട്ട് ഓട്ടോമാറ്റിക്കലി വർക്ക് ആവും. അതെല്ലാം നമ്മൾ ടെംപ്ലേറ്റ് അപ്രൂവൽ എടുക്കുമ്പോൾ, മെസ്സേജ് ടെംപ്ലേറ്റ് അപ്രൂവൽ എടുക്കുമ്പോൾ നമ്മൾ ആ ടെംപ്ലേറ്റിൻ്റെ അണ്ടറിൽ ബട്ടൺസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബട്ടൺസും നമുക്കിവിടെ കീവേഡ്സ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് നെക്സ്റ്റ് വരുന്നത് സെൻഡ് ടെക്സ്റ്റ് ആണ്. സെൻഡ് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫസ്റ്റ് ഇങ്ങോട്ടൊരു ക്ലയൻറ്റ് മെസ്സേജ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഇൻട്രോ മെസ്സേജ് പോലെ, അല്ലെങ്കിൽ ഒരു വെൽക്കം മെസ്സേജ് പോലെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെൻഡ് ടെക്സ്റ്റ് മെസ്സേജ് എന്നുള്ള ഫീച്ചർ ത്രൂ നമുക്കൊരു വെൽക്കം മെസ്സേജ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ദെൻ സെൻഡ് മീഡിയ. നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം ത്രൂ ആണ്, അല്ലെങ്കിൽ ഈ ഫീച്ചേഴ്സ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഓരോ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ സെൻഡ് ടെക്സ്റ്റ് എന്നുള്ളത് നമുക്കൊരു വെൽക്കം മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഇൻട്രോ മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനായിട്ടാണ് വെച്ചേക്കുന്നത്. ദെൻ അത് മാത്രമല്ല, നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ ടെക്സ്റ്റ് രൂപത്തിലുള്ള എന്ത് മെസ്സേജസ് വേണമെങ്കിലും നമുക്കിവിടെ ഈ ഒരു ഫീച്ചർ ത്രൂ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് സെൻഡ് മീഡിയ. സെൻഡ് മീഡിയ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിലെ എന്താണോ, അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇമേജസോ, വീഡിയോസോ, ഡോക്യുമെൻറ്റ്സോ, അതേപോലെ ഓഡിയോ ഫയൽസ് ഒക്കെ നമുക്ക് ഈ ചാറ്റ് ബോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സെൻഡ് മീഡിയ എന്നുള്ള ഫീച്ചർ ത്രൂ സെറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ ബട്ടൺ മെസ്സേജസ്. നമുക്കിപ്പം ക്വസ്റ്റ്യൻ ടൈപ്സ് പോലെ അല്ലെങ്കിൽ ബട്ടൺസ് പോലെ ആഡ് ഓൺ ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ക്ലയൻസിനോട് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇമേജസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ ഈ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് അറിയാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണോ എന്നുള്ള രീതിയിൽ നമ്മൾ യെസ് ഓർ നോ പോലെ സെറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ്, ബട്ടൺ മെസ്സേജസ് ആഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ബട്ടൺ മെസ്സേജ് എന്നുള്ള ഫീച്ചർ യൂസ് ചെയ്യാം. ദെൻ ലിസ്റ്റ് മെസ്സേജ്. നമ്മുടെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസും അതേപോലെ കമ്പനി ഡീറ്റെയിൽസും എല്ലാ ഡീറ്റെയിൽസും ഒറ്റ സ്ട്രക്ചറിൽ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ലിസ്റ്റ് മെസ്സേജ് എന്നുള്ള ഫീച്ചർ യൂസ് ചെയ്യാം. 10 സെക്ഷൻസ് വരെ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. ഇനി നെക്സ്റ്റ് ആസ്ക് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് ക്ലയൻസിൻ്റെ അടുത്ത് എന്തെങ്കിലും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മെസ്സേജസ് പോലെ നിങ്ങൾക്ക് ഈ ചാറ്റ് ബോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യും. ഇനി നെക്സ്റ്റ് അസൈൻ സ്റ്റാഫാണ്. അതായത് നമുക്ക് ഈ ഒരു ചാറ്റ് ബോട്ട് സെറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെയിൻ ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള ക്ലയൻസിനെ മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടിയായിട്ടാണ് നമ്മൾ മെയിനായിട്ട് ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ ചാറ്റ് ബോട്ടിൻ്റെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോർഷൻ എത്തുമ്പോൾ നമ്മുടെ പെർട്ടിക്കുലർ സ്റ്റാഫ്സിന് ആ ഒരു ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അവരുടെ വാട്സപ്പ് ത്രൂ സെൻഡ് ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് അസൈൻ ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അസൈൻ സ്റ്റാഫ് എന്നുള്ള ഫീച്ചർ ത്രൂ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ദെൻ ലാസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ആസ്ക് ലൊക്കേഷനാണ്. ആ ക്ലയൻറ്റിൻ്റെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് അവരുടെ കറൻറ്റ് ലൊക്കേഷനോ അല്ലെങ്കിൽ അവരുടെ കമ്പനി ലൊക്കേഷൻസോ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ത്രൂ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം അതാണ് മെയിനായിട്ട് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ഇതെല്ലാമാണ് വരുന്നത്. ഇനി നമുക്കിതൊക്കെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് എങ്ങനെ ഒരു ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം.
ഫസ്റ്റ് നമ്മളൊരു ഗ്രൂപ്പ് നെയിം കൊടുക്കാം, അതായത് ഒരു ഐഡൻറ്റിഫിക്കേഷൻ നെയിം പോലെ അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് പോലെ നമുക്കിവിടെ ഒരു ഹെഡിങ് കൊടുക്കാം. ഇപ്പം ഞാൻ എൻ്റെ കമ്പനിയിൽ ഇപ്പം എന്തിൻ്റെ ഫ്ലോ ആണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ളത്, അതായത് ഇപ്പം ഞാനിപ്പോൾ എൻ്റെ CRM എന്നുള്ള പ്രോഡക്റ്റിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു ഫ്ലോ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ CRM ഡീറ്റെയിൽസ് എന്നുള്ള രീതിയിൽ ഞാനൊരു ഹെഡിങ് കൊടുത്തു. ഇനി നെക്സ്റ്റ് കീവേഡ്സ്, എത്ര കീവേഡുകൾ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. ഫസ്റ്റ് ഞാനിവിടെ രണ്ട് കീവേഡ്സ് ആണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് ഫസ്റ്റ് ഞാനൊരു വെൽക്കം മെസ്സേജ് പോലെ ടെക്സ്റ്റ് രൂപത്തിൽ ഒരു വെൽക്കം മെസ്സേജ് ആണ് ഞാൻ ഫസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സെൻഡ് ടെക്സ്റ്റ് എന്നുള്ള ഫീച്ചർ ത്രൂ ഞാനിവിടെ ഒരു വെൽക്കം മെസ്സേജ് സെറ്റ് ചെയ്തു. ഓക്കെ, ഞാനിങ്ങനെ ഒരു വെൽക്കം മെസ്സേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പിന്നീട് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ഓഫ് മീൻസ് എന്തെങ്കിലും പുതിയതായിട്ട് ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാം. ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിലോ ഒക്കെ അതിനുള്ള ഓപ്ഷനും കൂടെ അവൈലബിൾ. അപ്പം ഞാനിവിടെ ഫസ്റ്റ് വെൽക്കം മെസ്സേജ് സെറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ബട്ടൺ മെസ്സേജാണ്. അതായത് എനിക്ക് എൻ്റെ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്ലയൻറ്റ് ഫസ്റ്റ് എൻക്വയറി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് അറിയാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണോ എന്നുള്ള രീതിയിൽ എനിക്കൊരു ബട്ടൺ മെസ്സേജ് പോലെ സെറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ നെക്സ്റ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബട്ടൺ മെസ്സേജ് എന്നുള്ളത് ഓപ്പൺ ചെയ്യാം. ദെൻ ഇവിടെ നമുക്ക് ഇമേജ് വെച്ചിട്ടോ അല്ലെങ്കിൽ വീഡിയോസ് വെച്ചിട്ടോ അതിൻ്റെ അണ്ടറിൽ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് ബട്ടൺസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് മാത്രമാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഫൂട്ടറിൽ വേണമെങ്കിൽ നമ്മുടെ കമ്പനി നെയിം ആഡ് ചെയ്ത് കൊടുക്കാം, മാൻഡേറ്ററി അല്ല. ഇവിടെയാണ് നമ്മൾ ബട്ടൺസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് 3 ബട്ടൺസ് വരെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ യെസ്, ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് വെൽക്കം മെസ്സേജ് പോയതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ഈ ഒരു മെസ്സേജാണ് ക്ലയൻറ്റിന് സെൻഡ് ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 2 ബട്ടൺസ് ആണ് വെച്ചേക്കുന്നത്. അപ്പോൾ ക്ലയൻറ്റ് യെസ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നെക്സ്റ്റ് എനിക്ക് എൻ്റെ പ്രോഡക്റ്റിൻ്റെ ഇമേജസ്, അതേപോലെ വീഡിയോസ്, അതേപോലെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒറ്റ സ്ട്രക്ചറിൽ തന്നെ സെറ്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ ലിസ്റ്റ് മെസ്സേജ് എന്നുള്ള ഫീച്ചർ ത്രൂ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതല്ല ക്ലയൻറ്റ് നോ ആണ് പറയുന്നതെങ്കിൽ അതിനും നമുക്ക് റിപ്ലൈ സെൻഡ് ആവുന്ന രീതിയിൽ നമുക്കൊരു സെൻഡ് ടെക്സ്റ്റ് എന്നുള്ള ഫീച്ചർ യൂസ് ചെയ്തിട്ട് നമുക്കൊരു റിപ്ലൈ മെസ്സേജും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ക്ലയൻറ്റ് നോ ആണ് പറയുന്നതെങ്കിൽ ഈ മെസ്സേജ് സെൻഡ് ആവുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. യെസ് ആണ് പറയുന്നതെങ്കിൽ ഇനി നെക്സ്റ്റ് ഞാൻ എൻ്റെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസും കമ്പനി ഡീറ്റെയിൽസ് എല്ലാം തന്നെ യൂസ് ചെയ്തിട്ട് ലിസ്റ്റ് മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ക്ലയൻ്റായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനും ചോദിക്കാം. അപ്പോൾ ക്ലയൻറ്റ് യെസ് ആണ് പറയുന്നതെങ്കിൽ നെക്സ്റ്റ് എനിക്ക് ക്ലയൻറ്റിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കേണ്ടത്. അപ്പം ഞാൻ ആസ്ക് ക്വസ്റ്റ്യൻ എന്നുള്ള ഫീച്ചർ യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു CRM ആണ് പ്രൊഡക്റ്റ് വരുന്നത്. അപ്പം എനിക്ക് ആ ക്ലയൻറ്റിൻ്റെ ബിസിനസ് ടൈപ്പ് എന്താണെന്നുള്ളത് അറിയേണ്ടതുണ്ട്. അപ്പം ഞാൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അവരുടെ അടുത്ത് എന്താണ് നിങ്ങളുടെ ബിസിനസ് എന്നുള്ളതാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്.
അപ്പം ക്ലയൻറ്റ് ഇതിന് റിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നെക്സ്റ്റ് അവരുടെ അടുത്ത് എന്താണ് അവരുടെ ബിസിനസ് എന്നുള്ള ക്വസ്റ്റ്യനാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ക്ലയൻറ്റ് ഇതിന് റിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇനി നെക്സ്റ്റ് എനിക്ക് അവരുടെ അറിയേണ്ടത് എത്ര ടെലികോളേഴ്സ് ഉണ്ടെന്നാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ടൈപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ആഡ് ഓൺ ചെയ്യാം. അപ്പം ഞാൻ ചോദിക്കുന്നത് എനിക്ക് അവർക്ക് എത്ര ടെലികോളേഴ്സ് ഉണ്ടെന്ന് അറിയണം. അതും ഞാൻ ആസ്ക് ക്വസ്റ്റ്യൻ എന്നുള്ള ഫീച്ചർ ത്രൂ തന്നെ സെറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവരിതിനും റിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് നെക്സ്റ്റ് എൻ്റെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസും അതേപോലെ എൻ്റെ കമ്പനി ഡീറ്റെയിൽസും എൻ്റെ പ്രോഡക്റ്റിൻ്റെ വീഡിയോസ് ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാനൊരു ലിസ്റ്റ് മെസ്സേജ് ക്ലയൻറ്റിന് കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ ക്ലയൻറ്റിന് മനസ്സിലാക്കാനായിട്ടുള്ള രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ലിസ്റ്റ് മെസ്സേജ് എന്നുള്ള ഫീച്ചർ യൂസ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഇവിടെ ഫൂട്ടറിൽ നമുക്ക് വേണമെങ്കിൽ കമ്പനി നെയിം ഇൻക്ലൂഡ് ചെയ്യാം, മാൻഡേറ്ററി അല്ല. ദെൻ ബട്ടൺ നെയിംസ്, ഇവിടെയാണ് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ പ്രോഡക്റ്റിൻ്റെ വീഡിയോ ആണ് ഫസ്റ്റ്, പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ആണ് ഫസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഒരു സെക്ഷൻ ഞാൻ ഫസ്റ്റ് കൊടുത്തു. ഇനി ഈ പ്രോഡക്റ്റ് ഡീറ്റെയിൽസിൻ്റെ അണ്ടറിൽ ഞാൻ എൻ്റെ CRMൻ്റെ വീഡിയോ, അതേപോലെ കൊട്ടേഷൻ, പ്രൈസ് ഡീറ്റെയിൽസ്. ഇനി നെക്സ്റ്റ് ഇമേജസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസിൻ്റെ അണ്ടറിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് ഒരു സെക്ഷനായിട്ട് ഞാൻ എൻ്റെ കമ്പനി ഡീറ്റെയിൽസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ കമ്പനി ഡീറ്റെയിൽസ് എന്ന് കൊടുത്തു. ഇനി അതിൻ്റെ അണ്ടറിൽ ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നത് അഡ്രസ്സ്, നെക്സ്റ്റ് വെബ്സൈറ്റ്, ഇനി കോണ്ടാക്ട് നമ്പർ. ഇതേപോലെ നിങ്ങൾക്ക് 10 സെക്ഷൻസ് വരെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. ഞാൻ സേവ് ചെയ്യുവാണ്. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് വരുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ്. അപ്പം ഞാൻ ആഡ് ഓൺ ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്കിവിടെ ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇനി ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ള ഈ ഡീറ്റെയിൽസ് ത്രൂ തന്നെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം സെൻഡ് മീഡിയ എന്നുള്ള ഫീച്ചർ ത്രൂ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് വീഡിയോ, പ്രോഡക്റ്റിൻ്റെ അണ്ടറിൽ വീഡിയോ, പ്രൈസ് ഡീറ്റെയിൽസ്, ഇമേജസ് കൊടുത്തിട്ടുണ്ട്. ദെൻ കമ്പനി ഡീറ്റെയിൽസിൻ്റെ അണ്ടറിൽ അഡ്രസ്സ്, വെബ്സൈറ്റ്, കോൺടാക്ട് നമ്പർ. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വീഡിയോ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി വീഡിയോ എനിക്കിവിടെ അറ്റാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സെൻഡ് മീഡിയ എന്നുള്ള ഫീച്ചർ ത്രൂ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ സെൻഡ് മീഡിയ ഓപ്പൺ ചെയ്യാം. ദെൻ ഒന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ PC ന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫയൽ മാനേജറിൽ സേവ് ചെയ്തിട്ട് അതിൻ്റെ URL ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ വീഡിയോ ആണ് ചൂസ് ചെയ്യുന്നത്. അപ്ലോഡ് കൊടുത്തിട്ട് ക്ലിക്ക് അപ്ലോഡ് കൊടുക്കാം. ഞാനിവിടെ നിന്ന് വീഡിയോ ചൂസ് ചെയ്തു. ദെൻ സേവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വീഡിയോ വന്നു, വീഡിയോ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് എൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ്, അതും നമുക്ക് സെൻഡ് മീഡിയ എന്നുള്ള ഫീച്ചർ ത്രൂ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റെ പ്രൈസിൻ്റെ ഡീറ്റെയിൽസും കൊട്ടേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു. പരസ്പരം ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ഇമേജസ്, അതും മീഡിയ ത്രൂ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു ഇമേജാണ് ഞാൻ കൊടുക്കുന്നത്. അതും ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ക്ലയൻറ്റ് ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ ഡീറ്റെയിൽസും അവർക്ക് വിസിബിൾ ആവും. ദെൻ
ഇനി കമ്പനി ഡീറ്റെയിൽസിൽ എനിക്ക് എൻ്റെ അഡ്രസ്സും വെബ്സൈറ്റും കോൺടാക്ട് നമ്പറും ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കും. അത് ഞാൻ സെൻഡ് ടെക്സ്റ്റ് എന്നുള്ള ഫീച്ചർ ത്രൂ ആണ് സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ടെക്സ്റ്റ് രൂപത്തിൽ കൊടുക്കാം എന്നുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പം സെൻഡ് ടെക്സ്റ്റ് യൂസ് ചെയ്യുക. കമ്പനി അഡ്രസ്സായിട്ട് നെക്സ്റ്റ് വെബ്സൈറ്റും വെബ്സൈറ്റിൻ്റെ എന്തെങ്കിലും ലിങ്കും കൂടെ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വന്ന് എഡിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ കോൺടാക്ട് നമ്പർ, ഇനി നമുക്ക് അവരുടെ ലൊക്കേഷനും കൂടെ ചോദിച്ച് മനസ്സിലാവണം എന്നുള്ള രീതിയിൽ നമുക്ക് അവരുടെ ലൊക്കേഷനും കൂടെ ആഡ് ഓൺ ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ലൊക്കേഷനും കൂടെ നമുക്ക് അയച്ചു തരുന്ന രീതിയിൽ ഈ ഫ്ലോയിൽ സെറ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആസ്ക് ലൊക്കേഷൻ എന്നുള്ള ഫീച്ചർ ഈ ഫ്ലോയിൻ്റെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റേജിലും ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ ചാറ്റ് ബോട്ടിൽ ഈ എല്ലാ ഫീച്ചേഴ്സും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വെൽക്കം മെസ്സേജസ്, ബട്ടൺ മെസ്സേജസ്, അതേപോലെ എനിക്ക് അവരുടെ അടുത്ത് ക്വസ്റ്റ്യൻ ടൈപ്സ് മെസ്സേജസ് ഞാൻ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കമ്പനി ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടും ഞാനിവിടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പം നമ്മളുടെ ഫ്ലോ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ടോപ്പിൽ ഒരു സ്റ്റാർ ഐക്കൺ ഉണ്ട്. അതായത് എവിടെ നിന്നാണ് ഈ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളതും കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മളിവിടെ ടോപ്പിൽ സേവ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ഈ ഫ്ലോ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ CRMൽ വാട്സപ്പിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫ്ലോ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. പിന്നീട് നമുക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഈ കീവേഡ്സ് നമ്മുടെ ക്ലയൻറ്റിനോട് മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ ഈ ഫ്ലോ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന രീതിയിൽ ഈ ഫ്ലോ ഓട്ടോമാറ്റിക്കലി വർക്കാവും. ഇങ്ങനെയാണ് നമ്മളൊരു ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടെ കമ്പനീനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം ബേസ് ചെയ്തിട്ട് നമുക്കിതിനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ആ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറച്ചധികം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ടൈപ്പ് അനുസരിച്ച് തന്നെ നിങ്ങൾക്കത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ.